നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സന്ധിവാതത്തിനുള്ള മരുന്നായി കടുവയുടെ മൂത്രം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ചൈനയിലെ മൃഗശാല. തെക്കു പടിഞ്ഞാറൻ ചൈനയിലെ സിച്ചുവാൻ പ്രവിശ്യയിലെ യാൻ ബിഫങ്സിയ മൃഗശാല അധികൃതരാണ് കടുവയുടെ മൂത്രം കുപ്പികളിലാക്കി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. രാജ്യത്തെ ശ്രദ്ധേയമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് യാൻ ബിഫങ്സിയ മൃഗശാല. സൈബീരിയൻ കടുവകളുടെ മൂത്രം ശേഖരിച്ചാണ് ഇവർ വിൽക്കുന്നത്. ഔഷധ ഗുണമുള്ളതാണ് കടുവയുടെ മൂത്രം എന്നാണ് അവകാശവാദം. 250 ഗ്രാം സൈബീരിയൻ കടുവ മൂത്രത്തിന് 50 യുവാനാണ്, അതായത് ഏകദേശം 596 രൂപയാണ് ഈടാക്കുന്നതെന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. റൂമറ്റോയിഡ്, ആർത്രൈറ്റിസ്, ഉളുക്ക്, പേശിവേദന തുടങ്ങിയ അവസ്ഥകൾക്ക് പ്രതിവിധിയായി കടുവമൂത്രം ഉപയോഗിക്കുന്നത് നല്ലതാണെന്നാണ് മൃഗശാലയിലെ ജീവനക്കാർ പറയുന്നത്. കടുവയുടെ മൂത്രം വൈറ്റ് വൈനുമായി കലർത്തി ഇഞ്ചി കഷ്ണങ്ങൾ ഉപയോഗിച്ച് വേദനയുള്ള ഭാഗത്ത് പുരട്ടാമെന്നും ഇവർ പറയുന്നു. ചില രോഗങ്ങൾക്ക് കടുവയുടെ മൂത്രം കുടിക്കാമെന്ന അവകാശവാദവുമുണ്ട്. എന്നാൽ ഉപയോഗിക്കുന്നവർക്ക് എന്തെങ്കിലും അലർജി ഉണ്ടായാൽ അത് കഴിക്കുന്നത് നിർത്തണമെന്നാണ് നിർദ്ദേശം. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു പഠനവും നടന്നിട്ടില്ലെന്നും ശാസ്ത്രീയ അടിത്തറയില്ലെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. മരുന്ന് വിൽപ്പന സംബന്ധിച്ച് സർക്കാരിന്റെ ശക്തമായ നിയമം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവർ ഇത് വിൽപ്പന നടത്തുന്നതെന്ന് അറിയില്ലെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. 2014 റിയാലിറ്റി ഷോ വിജയികൾക്ക് കടുവയുടെ മൂത്രം സമ്മാനമായി നൽകി ഇതിനു മുമ്പും ഇതേ മൃഗശാല വിവാദങ്ങൾ ഇടം പിടിച്ചിരുന്നു. എന്തായാലും കടുവമൂത്രം വിൽക്കുന്ന വാർത്തകൾ പ്രചരിച്ചതോടെ സംഭവം വൻ വിവാദമായി മാറിയിരിക്കുകയാണ്. കടുവക്കൂട്ടിൽ സജ്ജീകരിച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്നാണ് കടുവ മൂത്രം ശേഖരിക്കുന്നതെന്ന് മൃഗശാലയിലെ ജോലിക്കാർ പറയുന്നു. എന്നാൽ ഏതെങ്കിലും വിധത്തിലുള്ള ശുദ്ധീകരണം നടക്കുന്നുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. വളരെ കുറച്ചു പേരെ നിലവിൽ കടുവമൂത്രം പരീക്ഷിക്കാൻ തയ്യാറായിട്ടുള്ളൂ. ഓരോ ദിവസവും 2 കുപ്പി മാത്രമേ വിറ്റഴിയാറുള്ളെന്നാണ് മൃഗശാല അധികൃതർ പറയുന്നത്.